ഗൗതം അദാനിയെ അപകീർത്തിപ്പെടുത്തി എന്നതിന്റെ പേരിൽ ഇന്ത്യയിലെ 12ഓളം കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ 200-ലധികം വീഡിയോസ് ഡിലീറ്റ് ചെയ്യണമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ധ്രുവ്രാത്തിയും ആകാശ് ബാനർജിയും രവീഷ് കുമാറും ദ വയറും ദ ന്യൂസ് ലോണ്ടറിയും പോലെയുള്ള 12ഓളം കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ് അവരുടെ വീഡിയോസ് ഇപ്പോൾ ഡിലീറ്റ് ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ഇതിൽ 38ഓളം യൂട്യൂബ് വീഡിയോസും 83ഓളം ഇൻസ്റ്റഗ്രാം പോസ്റ്റുകളും ഡിലീറ്റ് ചെയ്യണമെന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. കൂടാതെ 36 ദിവസമാണ് ഇവർക്ക് നൽകിയിട്ടുള്ള കാലാവധി എന്ന് പറയുന്നത്. ഗൗതം അദാനിയെ അപകീർത്തിപ്പെടുത്തി എന്ന് പറയുമ്പോൾ തന്നെ അപകീർത്തിപ്പെടുത്താത്ത വീഡിയോസും ഇതിനോടൊപ്പം ഡിലീറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ശരത് പവാർ അദാനിയെ പറ്റി പറയുന്ന ഒരു ക്ലിപ്പുണ്ട്. അതായത് BJPയുടെ മഹാരാഷ്ട്രയിലെ ഒരു യോഗത്തിൽ അദാനി പങ്കെടുത്തു എന്ന് പറയുന്ന ഒരു ക്ലിപ്പ്. ഈ ക്ലിപ്പ് ഉൾപ്പെടെ ഡിലീറ്റ് ചെയ്യണമെന്നാണ് നിലവിൽ കേന്ദ്രം പറയുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ സെൻസർഷിപ്പ് പോലുള്ള കാര്യങ്ങൾ ഇപ്പോൾ കോടതിയും സ്വകാര്യ വ്യക്തികളും കോർപ്പറേറ്റുകളും ഒക്കെ തമ്മിലുള്ള സംസാരങ്ങൾക്ക് വിധേയമാക്കുന്ന ഒരു കാര്യത്തിൽ എന്തിന് കേന്ദ്രം ഇടപെടണം എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. അതോ ഇനിയിപ്പോൾ കോർപ്പറേറ്റുകളുടെ ഈ പറയുന്ന സെൻസർഷിപ്പിന് കേന്ദ്രം കൂടി അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ ഒരു ഒരു സപ്പോർട്ട് കൂടി കൊടുക്കുന്നതാണോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം.